ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ചന്ദ്രമതിയും സച്ചിയും ശ്രുതിയും കൂടി ചേർന്ന് സച്ചിയുടെ കാറിലാണ് മീരയുടെ വീട്ടിലോട്ട് വരുന്നത്. അവിടെ ചെല്ലുന്നതും ശ്രുതി അപ്പോഴത്തേക്ക് ബാഗെല്ലാം പാക്ക് ചെയ്ത് ചന്ദ്രദൂതിലോട്ട് വരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മീര വന്ന് കതക് തുറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ മീരയ്ക്ക് വലിയ സന്തോഷവും ഇരിക്കും. ഞാൻ ശ്രുതിയെ വിളിക്കാമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ശ്രുതി അങ്ങോട്ട് ഓടി വരും. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടി വന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഇങ്ങനെ ഓടിയൊന്നും വരരുത്, ഈ സമയം നല്ലോണം ശ്രദ്ധിക്കണം, 3 മാസം വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. ശ്രുതിയെ കണ്ട സന്തോഷത്തിലാണ് ഞാൻ ഓടി വന്നതെന്ന് പറയും. എനിക്ക് നിന്നെ കാണാൻ ധൃതിയായിട്ടിരുന്നതാ. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. പക്ഷേ ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ശ്രുതിയോട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ ചന്ദ്രയോട് ശ്രുതി പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയും, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, എങ്കിലും ഞാൻ അതൊന്നും ഇപ്പം മനസ്സിൽ വെക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മകൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ മകനും നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണെന്ന് പറയും. ശരി, എന്നാൽ നമുക്ക് പോവാം. ഇപ്പം മീര പറയാം, അല്ല ആദ്യമായിട്ട് ആൻറ്റി ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തരാതെ എങ്ങനെ വിടുന്നത്, ചായ കുടിച്ചിട്ടോ എന്ന് പറയുമ്പോൾ പറയും വേണ്ട, അതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഒന്നും വേണ്ട മീരെ, എനിക്ക് എത്രയും പെട്ടെന്ന് ചന്ദ്രതീരത്തിൽ എത്തിയാൽ മതിയെന്ന് പറയും. അപ്പം നമ്മുടെ ചന്ദ്രമതി ഒന്ന് തുറച്ച് ശ്രുതിയെ നോക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ല, ഇപ്പോഴും ശ്രുതി ഗർഭിണിയാണെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കാറിൽ കയറുന്നുണ്ട്. അങ്ങനെ പെട്ടിയൊക്കെ എടുക്കാൻ നേരത്ത് സച്ചി പറയും, വേണ്ട ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയുടെ പെട്ടിയെല്ലാം എടുത്ത് കാറിനുള്ളിലോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ കാറിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം, എത്രയും പെട്ടെന്ന് അങ്ങ് ചന്ദ്രോദയത്തിൽ എത്തിയാൽ മതി എന്നുള്ള ത്രില്ലാണ്. അപ്പോൾ ഫ്രണ്ടിൽ സച്ചിയും ചന്ദ്രമതി ഇരിക്കുന്നുണ്ട്, ബാക്കിലാണ് ശ്രുതിയും കൂടി ഇരിക്കുന്നത്. അങ്ങനെ അവർ കാറിലിരുന്ന് പറയും, ഞാൻ ശ്രുതിയെ കാണാതെ എത്ര ദിവസം അവിടെ താമസിച്ചത്, എനിക്കൊരു യുഗം കണക്കായിരുന്നു, ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ശ്രുതി ഒക്കെ എനിക്കറിയാവുന്ന ശ്രുതി തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കാറ് നേരെ പോകുന്നത് ചന്ദ്രോദയത്തിലോട്ടല്ല. അപ്പോൾ വഴി മാറി പോകുന്ന കാണുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ കാറ് ഇതുവഴി പോകുന്നത്, നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതല്ലല്ലോ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അതിന് നമ്മളിപ്പോൾ വീട്ടിലോട്ടല്ലല്ലോ പോകുന്നത്. വീട്ടിലോട്ടല്ലേ, പിന്നെ എങ്ങോട്ടാ? ഹോസ്പിറ്റലിലോ? അതെന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ? പാലേട്ടത്തെ കാണിക്കാൻ. എന്നെ കാണിക്കാനോ? പാലേട്ടത്തെ ഇപ്പോൾ ഗർഭിണിയാണല്ലോ, അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തിയതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് പറയാം. അപ്പോഴത്തേക്ക് ശ്രുതി മൊത്തത്തിൽ പെട്ട അവസ്ഥയായി. കാരണം ഗർഭിണിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ചെക്കപ്പിനൊന്നും ജസ്റ്റ് ഒന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് സച്ചി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രുതി പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഒരു തവണ ഡോക്ടറെ പോയി കണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ തന്നെ ശ്രുതിയുടെ സംസാരത്തിൽ ഒരു പതർച്ച ചന്ദ്രമതിക്ക് തോന്നും. അപ്പോൾ ശ്രുതി പറയും, അത് കുഴപ്പമില്ല, ഒരു തവണയും കൂടി നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ട് ഡീറ്റെയിൽ ചെക്കപ്പ് നടത്താം, ഇനി എന്ന് വരണമെന്ന് ചോദിക്കാം. പിന്നെ പറയും, അതൊന്നും വേണ്ട. അല്ല ശ്രുതി, എപ്പോഴും ഈ ടെസ്റ്റൊക്കെ ചെയ്യുന്നതൊന്നും കുഞ്ഞിന് അത്ര നല്ലതല്ല, റേഡിയേഷനൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അങ്ങനെയൊക്കെ ഉണ്ട്, പിന്നെ അതുകൊണ്ട് നമുക്ക് ഇപ്പം വീട്ടിൽ പോകാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ കാണാമെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, അത് വേണ്ട, ഇപ്പോഴാകുമ്പോൾ ഞാനും ഉണ്ട്, എനിക്കും അറിയണ്ടേ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ. ഇപ്പോൾ തുടക്കമാണ്, ഈ ഒരു സമയത്ത് നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയം. അപ്പോൾ ഡോക്ടർ തരുന്ന കണക്കുള്ള വൈറ്റമിൻ ടാബ്ലറ്റും നല്ല ഫുഡും ഒക്കെ കഴിക്കണം. അപ്പോൾ അവരൊരു മെനു ചാർട്ടൊക്കെ തരും. അപ്പം ഡോക്ടറെ കണ്ട് നിൻ്റെ ഹെൽത്തൊക്കെ നല്ലോണമൊക്കെ നോക്കുന്ന കാര്യത്ത് ചോദിക്കണം. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഡോക്ടറെ കണ്ട് ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയതിന് ശേഷം നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയും. ശ്രുതിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല, കാരണം പ്രഗ്നൻ്റാന്ന് പറഞ്ഞും പോയി, വീട്ടിലോട്ട് കൊണ്ടുപോകത്തുമില്ല, ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ പറയും, വേണ്ട ശ്രുതി, നമുക്ക് പിന്നെ ഒരു ദിവസം പോകാമെന്ന് ആൻറ്റിയോട് പറയും. അത് അമ്മയെ ശ്രുതി പറയുന്ന കേട്ടില്ലേന്ന് പറയും. നീ ഒന്നും മിണ്ടാതിരിക്കുക ശ്രുതി, ഞാൻ പറയാം. ഇപ്പം നമ്മൾ വേറെ എങ്ങോട്ടല്ലേ പോകുന്നത്, ഹോസ്പിറ്റലിലോട്ടല്ലേ, ശ്രുതി കാണുന്ന ഡോക്ടറെ തന്നെ കാണാം, കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും. ശ്രുതിയുടെ കള്ളത്തനം കണ്ടുപിടിക്കാൻ തന്നെയാണ് ചന്ദ്രമതി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെന്തായാലും ഹോസ്പിറ്റലിലെത്തും. ഹോസ്പിറ്റലിൽ സമയത്ത് ശ്രുതി ഒരുമാതിരി വെളുത്ത കണക്കാണ് കാറൊക്കെ തുറന്നിറങ്ങുന്നത്. ആ സമയത്ത് സ്പീഡിൽ കയറുന്ന സമയത്ത് ശ്രുതി പറയും, ശ്രുതി ഞാൻ പറഞ്ഞില്ലേ നീ സൂക്ഷിച്ച് നടക്കണമെന്ന്. അപ്പോൾ ചന്ദ്രൻ പറയും, ശരിയാ മോളെ, ആദ്യത്തെ 3 മാസം നല്ല ശ്രദ്ധ കൊടുക്കണം, അതിന് ശേഷം നമുക്കൊരു ഉറപ്പ് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. ശരി ആൻറ്റി എന്ന് പറയും.
അങ്ങനെ ശ്രുതി അവിടെ നിന്ന് വിഷമിക്കുകയാണ്. എന്തോ ചെയ്യും ഇപ്പം, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞും പോയി. ഈ ഡോക്ടർ അങ്ങനെ പ്രഗ്നൻ്റ് അല്ലെന്ന് പറഞ്ഞാൽ ഇവരെന്നെ വിട്ട് കൊല്ലുമെന്നൊക്കെ പറഞ്ഞാൽ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ ടോക്കൺ ആവും. അങ്ങനെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി മനസ്സിൽ കരുതും എന്തായാലും ഡോക്ടർ ചെക്കപ്പിനായിട്ട് വിളിപ്പിക്കും, അപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ട് കാല് പിടിച്ച് സംസാരിക്കാം. അങ്ങനെ ശ്രുതിയുടെ ടോക്കൺ നമ്പർ വിളിച്ച് ശ്രുതി അകത്തോട്ട് കയറും. കൂടെ ശ്രുതിയും വരുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതിയും കയറും. അല്ല, ആൻറ്റിയും വരുന്നുണ്ടോ? പിന്നെ അങ്ങനെ അവർ കയറുവാണ്. ഉടനെ ചോദിക്കും, എന്താ ഇതെൻ്റെ മരുമകളാ ശ്രുതി, ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയും. ഓ, ഏത് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലിലാണ്, ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെന്നൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് പറയാം. എങ്ങനെ കൺഫേം ചെയ്തത്? അത് ഞാൻ പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ചിട്ടാണ് കൺഫേം ചെയ്തതെന്ന് പറയും. അപ്പോൾ ഇപ്പം ഒന്ന് ഡീറ്റെയിൽ ചെക്കപ്പ് നടത്താൻ ഇത് കൊണ്ടുവന്നതാണെന്ന് പറയും. ഓക്കെ ശരി, കുട്ടി ഒരു കാര്യം ചെയ്യും, ആ ബെഡിലോട്ട് കിടക്കാൻ പറയും. അങ്ങനെ ശ്രുതിക്ക് അറിയാമല്ലോ ഗർഭിണി അല്ലെന്നുള്ളത്. അങ്ങനെ ആ ബെഡിലോട്ട് പോയി കിടക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി സമാധാനിച്ചിരിക്കുക. ചന്ദ്രമതി അവിടെ ഇരിക്കും, ഡോക്ടറുടെ ക്യാബിനിൽ ഇരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് കാര്യങ്ങളൊന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് ചെല്ലും. അപ്പോഴത്തേക്ക് ചോദിക്കും, അല്ല നിങ്ങളെന്തിനാണ് കൂടെ വരുന്നത്? അത് എനിക്കും കൂടി അറിയണം ഡോക്ടറെ. ഒന്നുമില്ലെങ്കിലും ഇവളെനിക്കെൻ്റെ മരുമകളല്ല, സ്വന്തം മകളെ പോലെ. അപ്പം ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും ഇവൾ അനുസരിക്കത്തില്ല. അപ്പം ഞാനും കൂടി കൂടെ നിന്ന് എന്തോന്നൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഉടനെ ശ്രുതി പറയും, അത് വേണ്ട ആൻറ്റി, ഞാൻ ഡോക്ടറോട് പോകാമെന്ന് പറയും. സാരമില്ല മോളെ, ഞാനും കൂടി വരാമെന്ന് പറയും. ഉടനെ ഡോക്ടർ പറയും, കണ്ടില്ലേ എന്ത് സ്നേഹമുള്ള അമ്മായിയമ്മയെ തൻ്റെത്, അമ്മായിയമ്മയായിട്ടല്ല എനിക്ക് അമ്മയായിട്ടാണ് തോന്നിയെന്ന് പറയും. എന്നൊക്കെ ചന്ദ്രമതി പറയും. അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ കയറുന്ന സമയത്ത് ശ്രുതിയും കയറും. അതിൻ്റെ കൂടെ തന്നെ ചന്ദ്രമതിയും കയറുകയാണ്. അങ്ങനെ കയറുന്ന സമയത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലാവും ശ്രുതി പ്രഗ്നൻ്റ് അല്ല എന്ന കാര്യം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പറയും, കുട്ടി എഴുന്നേറ്റോളാൻ പറയും. ആ സമയത്ത് ചോദിക്കും, ഏത് കാർഡിട്ടാണ് കുട്ടി പ്രഗ്നൻ്റ് ആണോ നോക്കിയെന്ന് പറയും. അപ്പോൾ ഒരു കാർഡിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് പറയുന്നതുകൊണ്ട് ചെറിയ വിഷമമുണ്ട്. പ്രതീക്ഷിച്ചൊരു സന്തോഷ വാർത്തയല്ല എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടി പ്രഗ്നൻ്റ് അല്ലെന്ന് പറയും. അവന് ചോദിക്കും, പ്രഗ്നൻ്റ് അല്ലേ? അതെ, കുട്ടി കാർഡ് വാങ്ങിച്ചിട്ട് കൺഫേം ചെയ്തെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ ചില കാർഡുകൾ അങ്ങനെ, ചില കാർഡുകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്നൊക്കെ കാണിക്കും. അതുകൊണ്ടൊരു ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി അങ്ങ് ദേഷ്യം വരും. പിന്നെ നീ പറഞ്ഞതോ, നീ ഏതോ ഡോക്ടറെ പോയി കണ്ടെന്നും ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് നടത്തിയെന്നൊക്കെ. ഉടനെപ്പോഴേക്കും ഡോക്ടറോ, ഏത് ഡോക്ടറെ കുട്ടി കണ്ടത് എന്ന് പറയും. അത് പിന്നെ നീ കള്ളം പറഞ്ഞാണോ നീ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്, സത്യം പറയടി എന്ന് പറയും. അത് പറയും, നിങ്ങളെന്തിനാണ് ഈ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? അത് ഈ കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ നല്ല ഹെൽത്തിയാണ്, ഈ കുട്ടി ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആവും, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ നീ ഞങ്ങളെയൊക്കെ ചതിക്കുമായിരുന്നു ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടങ്ങ് പുറത്തോട്ട് ഇറങ്ങി വരും. ഇത് പറയും, കുട്ടി വിഷമിക്കേണ്ട, കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റൊക്കെ ഞാൻ എഴുതി തരാം, ഇതൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറയും. ഉടനെ നമ്മുടെ ശ്രുതി പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് നോക്കും, എന്താ അമ്മേ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്ത് പറയാൻ, അതിന് നിൻ്റെ ഭാര്യയ്ക്ക് ഒരു വിശേഷമില്ലെന്ന് പറയും. വിശേഷമൊന്നും ഇല്ലേ? അപ്പോൾ ശ്രുതി പ്രഗ്നൻ്റ് അല്ലേ എന്ന് പറയും. ഇവൾ പ്രഗ്നൻ്റ് അല്ല, ഇവൾ നമ്മളെയൊക്കെ കബളിപ്പിച്ചാന്ന് പറയും. ഞാൻ മുന്നേ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, വീട്ടിലോട്ട് തിരിച്ച് കയറാൻ വേണ്ടി ഇവൾ കാണിച്ച അടവാണ് ഇവൾ പ്രഗ്നൻ്റ് ആയെന്നുള്ള കാര്യം. വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവൾ പറയും അത് അബോഷനായി പോയെന്ന് പറയും. നമ്മളെ വീട്ടിലുള്ള എല്ലാവരെയും മണ്ടന്മാരാക്കാമെന്ന് ഇവളുടെ വിചാരം. എന്നും കുന്നും ഇവൾ പറയുന്ന വിട്ടുതരങ്ങൾ നമ്മൾ കേൾക്കണോ? എനിക്ക് ഇവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ അപ്പത്തോട്ട് തുടങ്ങിയ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ സച്ചിയും കൂട്ടിക്കൊണ്ട് അവൻ്റെ കാറിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ഇവൾ സ്വന്തം ഭർത്താവായി നിൻ്റെ അടുത്ത് കൂടി ഇവൾ ചതിയല്ലേ കാണിച്ചതെന്ന് പറയും. സത്യം പറ ശ്രുതി, അമ്മ പറയുന്നതൊക്കെ സത്യമാണോ? നീ പ്രഗ്നൻ്റ് അല്ലേ എന്ന് ചോദിക്കും. അത് ശ്രുതി എന്നോട് ക്ഷമിക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ചങ്ങ് കൈ പിടിക്കുകയാണ്. ചോദിക്കും, എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ പറയും. ശ്രുതി എന്നോട് ദേഷ്യവും തോന്നല്ലേ ശ്രുതി, ഞാൻ ശ്രുതിയോട് ജീവിക്കാനുള്ള ആഗ്രഹം കൂടുതലുണ്ട് എങ്ങനെ പറഞ്ഞത്, ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വീട്ടിൽ കയറ്റുമെന്ന് കരുതി, അതുകൊണ്ടാണ് ശ്രുതി, എന്നോട് ക്ഷമിക്കുക ശ്രുതി, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കിടന്ന് കരയാൻ തുടങ്ങും. വെറുതെ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് പറയും, നീ ഒരു കള്ളിയാ, നീ എത്ര കള്ളമാണ് പറഞ്ഞേക്കുന്നത്. മുമ്പ് നിൻ്റെ അച്ഛൻ മലേഷ്യയില കോടീശ്വരൻ എന്ന് പറഞ്ഞു, ഇപ്പം നീ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു, നീ പറയുന്നത് എല്ലാം കള്ളത്തരം, ഒന്നിനൊന്ന് മുഴുവൻ കള്ളത്തരങ്ങളുമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്, വിടടി എന്ന് പറഞ്ഞുകൊണ്ട്
കയ്യിൽ നിന്ന് പിടിച്ച് വലിക്കുകയാണ്. എന്താ പറയുക, ശ്രുതി പ്ലീസ് ശ്രുതി, എന്നോട് ക്ഷമിക്ക് ശ്രുതി, ഞാൻ ശ്രുതിയോട് ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എനിക്ക് ശ്രുതിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ കാലിൽ പിടിച്ച് കിടന്ന് കരയാണ്. ആ സമയത്ത് പറയും കാലിൽ നിന്ന് വിട് ശ്രുതി എന്ന് പറയും. ഇല്ല, ഞാൻ ശ്രുതിയെ വിടത്തില്ലെന്ന് പറയും. ഉടനെ ശ്രുതി അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് സമാധാനം, ഈ ഒരു അടി ഇവർക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു പറയും. ഇവിടെ നീ കരുന്നാണ് ഒരു സാധാരണ പെണ്ണല്ല, ഇവിടെ ഒന്നാം തന്നെ ഒരു ക്രിമിനലാണ്, ഇവിടെ നാവിടുത്തെ കള്ളം മാത്രമേ പറയൂ, ഇവിടെ ഗർഭിണിയെ വല്ല ഒന്നുമല്ല, ഇവിടെ എല്ലാവരും ഇവിടെ മൊത്തത്തിൽ നമ്മൾ ചീറ്റ് ചെയ്തായിരുന്നു പറയും. അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരമെല്ലാം അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറാമെന്നായിരുന്നു ശ്രുതി വിചാരിച്ചിരുന്നത്. അപ്പോൾ ചന്ദ്രമതി ആ കള്ളം കൈയോടുകൂടി പിടികൂടി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.